എന്താടാ വരാൻ പറഞ്ഞേ? ഈ ബീഫ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എൻ്റെ സ്റ്റോറി കേട്ടിട്ട് ആദ്യമായിട്ടാണ് കരയുന്നത്. സ്റ്റോറിയാ? യെസ്, ബിഗ് സ്ക്രീൻ, ഒരു റിയൽ കേരള കഥ. നീ കഥ പറഞ്ഞ. ഈ കഥ നടക്കുന്നത് അങ്ങ് കൊല്ലത്താണ്. ഇറച്ചി വെട്ടുകാരൻ്റെ മകൾ റിച്ചി ധന്യ. ഇറച്ചി ധന്യല്ല, റിച്ചി ധന്യ. അവൾക്ക് ബീഫ് കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അവർ അച്ഛൻ 2 കിലോ ബീഫ് വാങ്ങിക്കൊണ്ട് കൊടുക്കും. എന്നിട്ടെന്താ, അവൾ കഴിച്ചു കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത് അത് ഇറച്ചിയല്ല, സോയാബീനായിരുന്നു. ആ വിഷമത്തിൽ അവൾ കാളയുടെ മുമ്പിൽ പോയി ത്യാഗം ചെയ്തു. അതൊന്നുമല്ല, ക്ലൈമാക്സിലൊരു സീനുണ്ട്. മരിച്ചെടുക്കുന്ന അവളുടെ വായിലോട്ട് അച്ഛൻ 2 കിലോ ബീഫ് കൊണ്ടുവന്നിങ്ങനെ കുത്തിയിറക്കും. കരഞ്ഞു പോവും. എനിക്കും തോന്നുള്ളൂ നായകൻ ഞാനായിരിക്കല്ലേ. പേടിക്കണ്ട, തനിക്കിനകത്ത് ഉഗ്രണ്ടോളാം. അറുക്കാൻ പോകുന്ന പൊത്ത് താൻ. അയ്യോ, എനിക്ക് 4 കാലില്ല. ഇയാൾക്ക് 4 കാലൊന്നും വേണ്ട, തൽക്കാലം 3 കാല് മതി. അല്ല, ഈ കഥയ്ക്ക് എന്തിനാ ഒരു കേരള കഥ പേരിട്ടത്? പിന്നെ കേരളത്തിൽ നടക്കുന്ന കഥയ്ക്ക് പിന്നെ ഒരു ഗുജറാത്ത് കലാപമെന്ന് പേരിടാൻ പറ്റും. നോർത്തിന്റെ കത്തും ഈ സിനിമ എന്തായാലും ഒരു 1000 കോടി ക്ലബ്ബിൽ കയറും. ക്ലബിൽ മാത്രമാണോ, ബാക്കി ബാങ്കിലും കയറും. ഇനി അടുത്ത ഷാജി മൗലി പുളിശ്ശേരിയൊക്കെ നമ്മളാണ്. എന്നടാ പണി വെച്ചെറുക. कल्ली वल्ली माफी मुश्किल जल्दी जल्दी अक्कल गलत या अल्लाह बर्रा माफी कोई से कल्ली